ഹലോ, അങ്ങനെ ഇന്ന് സരസ്വതി മോളുടെ നാളെ പിറന്നാളാണ്. ഞാൻ റെഡി ആയിട്ട് വന്നു. ഇന്ന് ചെറിയൊരു ലഞ്ച് ഉണ്ട്. അതായത് നമ്മുടെ ഫാമിലിയുടെ ഏറ്റവും മുതിർന്ന ആൾക്കാരെ വിളിച്ചിരിക്കുന്നത്. ഇന്നൊരു ഗെറ്റ് ടുഗെദറും പിന്നെ ഒരു ലഞ്ചാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പം മോൾ എണീറ്റില്ല. മോൾ അമ്മയുടെ കൂടെ എപ്പോഴും ഞാൻ പറയുമ്പോഴും മോൾ അമ്മയുടെ കൂടെയാണ്. ലക്ഷ്മി അമ്മയുടെ കൂടെ ഭയങ്കര അറ്റാച്ച്ഡ് ആണ് മോൾ. അപ്പം രാവിലെ എണീറ്റിട്ട് അമ്മയുടെ കൂടെയാണ്. നമ്മൾ ട്രിവാൻഡ്രം ക്ലബിലെ മിനി ഹാളിൽ വെച്ചിട്ടാണ് ഈ ഒരു ലഞ്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ റെഡി ആയിക്കൊണ്ട് പറയും, കാരണം എനിക്ക് സമയമില്ല. ഇത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ സാരി അമ്മയുടെ പഴയ സാരിയാണ്. ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓൾറെഡി 2 times ഇത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഒക്കേഷനിലും എനിക്ക് ഈ ഒരു സാരി ഇടണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ബ്ലൗസ് പവിലയുടെയാണ്. പവിലയിൽ ഞങ്ങളൊരു റെഡിമെയ്ഡ് ബ്ലൗസസ് റിലീസ് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ. ഇത് 2x2 മെറ്റീരിയലിൽ, കോട്ടൺ മെറ്റീരിയലിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഒരു ഫുൾ സ്ലീവ് ബ്ലൗസാണ്. സ്ക്വയർ നെക്കാണ്, ബാക്കിലും സ്ക്വയർ ആണ്. അപ്പോൾ അങ്ങനെ ഒരു കാഷ്വൽ വെയർ ഒരു ബ്ലൗസാണ്. അപ്പോൾ എന്ത് ഒക്കേഷനിലും ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്ലൗസാണ്. അപ്പോൾ ഞാൻ ഇത് എനിക്ക് ഗ്രീൻ ആണ് ഞാൻ യൂഷ്വലി ഈ ഒരു സാരിയുടെ കൂടെ ഇടാറ്. അപ്പോൾ ഇന്ന് ഞാൻ റെഡ് പെയർ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ റെഡ് ബ്ലൗസാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് പവിലയുടെ. അപ്പോൾ മോളുടെ ആക്ച്വലി എനിക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ ആലോചിക്കുകയായിരുന്നു, 1 year ആകാറായി. ഇതിപ്പോൾ നാളെ പിറന്നാളാണ്. ആക്ച്വലി ഈ ഒരു മാസം കംപ്ലീറ്റ് ഞാനൊരു ചിന്തയിലായിരുന്നു. കാരണം ലാസ്റ്റ് ഇയർ ഞാൻ എങ്ങനെയായിരുന്നു, അതായത് ഈ ഒരു ടൈം ഡെലിവറി എടുക്കാറായി ഞാൻ അറിയുന്നില്ല. എനിക്ക് C-section ആയിരുന്നു. എന്നുവെച്ചാൽ ഡെലിവറി ഡേറ്റ് എടുക്കാറായി എന്ന് ഞാൻ അറിയാതെ ഇങ്ങനെ വലിയ ഫാൻറ്റസി ലോകത്ത് നടക്കുന്നൊരു സമയമാണ് ഇതെല്ലാം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എനിക്ക് മോക്ക് 1 വയസ്സാകാറായി എന്നുള്ള കാര്യം പോലും എനിക്ക് ആക്ച്വലി വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു വർഷം എങ്ങനെ പോയി എന്ന് തന്നെ എനിക്ക് ആക്ച്വലി അറിയില്ല. ഒരുപാട് ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ഒരു പോസ്റ്റ്മോർട്ടം സ്റ്റേജിൽ വരുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. സൗകര്യത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു, പക്ഷെ മെന്റലി ഐ വാസ് ആ ഒരു പൊസിഷനിലല്ലായിരുന്നു ഞാൻ. അതൊരു പോസ്റ്റ്മോർട്ടം ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം. പോസ്റ്റ്മോർട്ടം ഒരു ഡിപ്രഷൻ സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കിയത് എനിക്ക് മനസ്സിലാക്കി തന്നതാണ് ആക്ച്വലി. അതിലെന്നെ ഒരുപാട് ഹെൽപ്പ് എനിക്ക് ലക്ഷ്മി അമ്മയൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാനത് പറയുന്നില്ല, പക്ഷെ ഷെയർ ചെയ്യാറായി എന്ന് എനിക്ക് ഉറപ്പ് വരുമ്പോൾ, അതായത് ഒരു മിസ്ഇൻഫർമേഷൻ അല്ല ഞാൻ പാസ് ഓൺ ചെയ്യുന്നു എന്ന് എനിക്ക് ഉറപ്പ് വരുമ്പോൾ ഞാനത് ഷെയർ ചെയ്യാം. വേറൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് ആ ഒരു സമയത്ത് വരുന്ന കുറച്ച് ഫീലിങ്സും ഇതുമെല്ലാം, പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ട, ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്, അത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. എന്തായിരുന്നു പ്രഗ്നൻസി സമയത്ത് എന്തായിരുന്നു, പിന്നെ എനിക്ക് വേറൊരു സർജറി കഴിയേണ്ടി വന്നു, അതെങ്ങനെയാണ്, അതിലെങ്ങനെ കോപ്പപ്പ് ചെയ്തു എന്നൊക്കെയുള്ള ഒരു കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം പറ്റുന്ന സമയത്ത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാൻ ഒരുപാട് മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. ഫൗണ്ടേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്കിൻ ടിൻ്റാണ് ഇപ്പോൾ കൂടുതലും ഇടാറ്. ഞാൻ സ്പഞ്ച് യൂസ് ചെയ്തിട്ടാണ് സാധാരണ ഞാൻ ഇടുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് സ്പഞ്ച് എൻ്റെ കയ്യിൽ കിട്ടിയില്ല. ഇവിടെ മൊത്തം എന്താ പറയുക, ഇതെല്ലാം കുളമായി കിടക്കുകയാണ്. റൂം ആക്ച്വലി പറഞ്ഞാൽ കുളമായി കിടക്കുകയാണ്. ഞാൻ റൂമിൻ്റെ ഒരു പോർഷനിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വേഗം റെഡിയായി. ഇത് ഞാൻ ആഭരണത്തിൻ്റെ കാശ് മാലയാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ തന്നെ കമ്മൽ. ഇത് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. എനിക്കിതൊരു പീസ് വേണമായിരുന്നു. അപ്പം ഞാൻ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. പവിലയുടെയും ആഭരണത്തിൻ്റെ വെബ്സൈറ്റ് ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ പോകുന്നു. ആദർശനെ ഇപ്പോൾ ഫോൺ ചെയ്തു. ആക്ച്വലി ഇന്ന് ഐശ്വര്യ ഇല്ല. ഐശ്വര്യയും കാർത്തികയൊക്കെ ഇപ്പോൾ മലേഷ്യയിലാണ്. അവരൊരു വെക്കേഷന് വേണ്ടി പോയത്. അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമത്തിൽ അവരിരിക്കുവാണ്. പക്ഷെ ബാക്കി എല്ലാവരും ഉണ്ടാവും. ആദർശം ഉണ്ടാവും, ആദർശിൻ്റെ ഫ്രണ്ട് ശിവയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ കാരണം എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ആദർശിൻ്റെ ഗോൾഡൻ ഹാമ്പേഴ്സ് എന്ന് പറയുന്ന ഹാമ്പർ ബിസിനസ്സാണ് ആദർശിന്. അപ്പം ആദർശിൻ്റെ ഹാമ്പേഴ്സ് ഞങ്ങൾ ഇന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദർശാണ് അതെല്ലാം, ആദർശവും ഐശ്വര്യയും കൂടിയാണ് അതെല്ലാം കോർഡിനേറ്റ് ചെയ്തത്. അപ്പോൾ ആദർശാണ് അത് അവിടെ എത്തിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആദർശ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ എത്തി. അപ്പം ഞാനിവിടെ നിന്ന് വേഗം ഇറങ്ങും. ഞാനൊരു ഉബറിൽ അങ്ങോട്ടേക്ക് പോവാണ്. കാരണം അച്ഛൻ അമ്മൂമ്മ എല്ലാവരെയും പിക്ക് ചെയ്തിട്ടാണ് സ്ഥലത്തേക്ക് വരുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ വേഗം പോവാം. ഇനി ബാക്കി വിശേഷങ്ങളെല്ലാം ഹാളിലെത്തിയിട്ട് കാണാം. ഹായ്, ഇവിടെ ആദർശും ശിവ എത്തി. ഇതാണ് ഹാമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഏത് ഫങ്ഷൻ വന്നാലും നമ്മൾ ഹാമ്പേഴ്സ് എല്ലാവർക്കും കൊടുക്കും. ഇത് ഗോൾഡൻ ഹാമ്പേഴ്സിൻ്റെ ഹാമ്പേഴ്സാണ്. ഇവിടെ നമ്മൾ കുറച്ച് ചെയർസ് ഇട്ടു വരുന്നവർക്കിരിക്കാൻ. ഇത് ആക്ച്വലി ഒരു കോമൺ ഏരിയ ആണ്, ഒരു ലോബിയാണ്. ഇത് നമ്മൾ ഓട്ടം എന്ന് പറയുന്ന ഹാളിലാണ്. ഏകദേശം എല്ലാ അറേഞ്ച്മെൻറ്റ്സും കഴിഞ്ഞു. ഇനി എല്ലാവരും വന്നാൽ മാത്രം മതി. അപ്പം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല 1 വർഷമാകുന്നു.
എല്ലാ തൊട്ടേലും പിടിച്ചതിനും ഞാൻ ഇമോഷണൽ ആവും, അതാണ് പ്രശ്നം. കാരണം അതങ്ങനെയാണ്, ഞാൻ ഭയങ്കര ഒരു ഇമോഷണൽ ബീയിങ് ആണ്. അത് മാത്രമല്ല ഒരു 1 year ആയി എന്ന് പറയുന്നത്, 1 year ആകുന്നു. ഇത് ആക്ച്വലി നാളെ പിറന്നാളാണ്, ഡേറ്റ് ഓഫ് ബർത്ത് ആകുന്നതേ ഉള്ളൂ. പക്ഷേ എന്നാൽ പോലും ഞാൻ ഭയങ്കര ഇമോഷണലാണ് ഇപ്പോൾ. എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്ങനെയാണെന്ന്. അപ്പോൾ എല്ലാവരും വരും, സീനിയേഴ്സ് ആയിട്ടുള്ള എല്ലാവരും വരും, പിന്നെ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട്, അവരും വരും. അപ്പോൾ ഇവിടെ ബാക്കി എല്ലാ കാര്യങ്ങളും അറേഞ്ച് ആയിട്ടുണ്ട്, എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സന്ധ്യ ചേച്ചി, പൊന്നു, സന്ധ്യ ചേച്ചിയുടെ അമ്മ എല്ലാവരും വന്നു, വല്യമ്മ, വല്യച്ഛനൊക്കെ വന്നു. അപ്പോൾ ഞാനിവിടെ ഇനി ബാക്കി എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഇപ്പോൾ പുറത്ത്. ചേച്ചി എല്ലാവരും ഉണ്ട്. ബർത്ത്ഡേ ഗേൾ ഈസ് ഹിയർ. ഹായ് 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 മോളെ. അമ്പലത്തിൽ പ്രസാദം. Happy birthday. Happy birthday. Happy birthday. Happy birthday. Thank you. അങ്ങനെ മോളുടെ നാളെ പിറന്നാൾ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. മോള് താഴെയാണ്. അപ്പോൾ 1 വർഷമായതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മോളുടെ നാളെ പിറന്നാൾ കഴിഞ്ഞു. രാവിലെ എൻ്റെ അമ്മ അമ്പലത്തിൽ പോയിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പം എൻ്റെ അമ്മ പോയിരുന്നു. ഏതായാലും ഇനി ബർത്ത്ഡേക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. മോളുടെ നാളെ ആക്ച്വലി നേരത്തെയാണ് വന്നത്. ബർത്ത് ഡേറ്റിൽ നിന്നും നേരത്തെയാണ് മോളുടെ നാളെ പിറന്നാൾ വന്നത്. വിഷേട്ടനെത്തും, വിഷേട്ടൻ ബർത്ത്ഡേക്ക് കാണും. അത് ആ ബർത്ത്ഡേയുടെ ഒന്നും എനിക്കറിയില്ല. ഞാൻ ഭയങ്കര അധികം ഇമോഷണൽ, കാരണം ആ എക്സാക്ട് ഡേറ്റ് അല്ലേ, ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞ എക്സാക്ട് ഡേറ്റ് അല്ലേ. അപ്പോൾ അന്ന് ഭയങ്കര വളരെ ഒരു ഇത് തന്നെയായിരിക്കും. അപ്പോൾ ഏതായാലും കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതാണ്, ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ് ഞങ്ങളെല്ലാവർക്കും അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഇത് ആക്ച്വലി ഗോൾഡൻ ഹാമ്പേഴ്സിൻ്റെ റിട്ടേൺ ഗിഫ്റ്റ് പോലെ നമ്മൾ പ്ലാൻ ചെയ്തതാണ്. ഗോൾഡൻ ഹാമ്പേഴ്സ് ആദർശിൻ്റെയാണ്, ഐശ്വര്യ ആദർശും കൂടെയാണ് ഗോൾഡൻ ഹാമ്പേഴ്സ് എല്ലാം മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന്. വളരെ ചെറിയ റിട്ടേൺ ഗിഫ്റ്റാണ് കേട്ടോ. ഒരു റിട്ടേൺ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര എന്തൊക്കെയോ സംഭവമാണെന്നല്ല, ഒരു ചെറിയ ക്യൂട്ട് ഗിഫ്റ്റാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. നല്ല ബോക്സ് ആക്ച്വലി. ഈ ബോക്സ് എനിക്ക് കളയാനേ തോന്നുന്നില്ല. Thank you for being a part of my നാളെ പിറന്നാൾ. Lots of hugs and kisses, സരസ്വതി നായർ. നട്ടീസ്. പിന്നെ ഒരു കുഞ്ഞു വിളക്ക്. എങ്ങനെയുണ്ട്? നല്ല ക്യൂട്ടല്ലേ? ഇപ്പം നമ്മൾ സീനിയർ മോസ്റ്റ് ആൾക്കാരെയല്ലേ വിളിച്ചത്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ഗിഫ്റ്റാണ് ഞങ്ങൾ ക്യൂറേറ്റ് ചെയ്തത്. ഗോൾഡൻ ഹാമ്പേഴ്സ്. ഇത് ആക്ച്വലി അവരുടെ പ്രൊമോഷനൊന്നുമല്ല, അവരിത് അറിയാൻ അവരെന്നെ കൊല്ലും ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇത് ആക്ച്വലി എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. എനിക്ക് ലാസ്റ്റ് ടൈം പവലയുടെ ഇനോഗ്രേഷൻ്റെ സമയത്ത് എനിക്ക് ആ ഹാമ്പർ എനിക്ക് കാണിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അതേ എനിക്ക് നടന്നില്ല. അപ്പോൾ ഇതെങ്കിലും എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളും കൂടെ അറിയണ്ടേ എന്തൊക്കെയാണ് ഒരു ഹാമ്പറിനകത്ത് വരുന്നതെന്ന്. ഏതായാലും ഈ റിട്ടേൺ ഗിഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഹാമ്പേഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഗോൾഡൻ ഹാമ്പേഴ്സിനെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഏതായാലും ഈ ഒരു കുഞ്ഞുനാള് പിറന്നാൾ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.